എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ മുന്നേക്ക് വരാറുണ്ട്. അപ്പോൾ തെളിവില്ലാത്ത ആരോപണങ്ങളും തെളിവുള്ള ആരോപണങ്ങളും ഒക്കെയായി വരാറുണ്ട്. പക്ഷെ ആരോപണങ്ങൾ തെളിവുണ്ടായാലും ഇല്ലെങ്കിലും അത് ചില ആളുകളിലേക്ക് വിരൽ ചൂണ്ടാറുണ്ട് അല്ലെ. എങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ആരോപണങ്ങൾക്ക് മറുചോദ്യവുമായി എത്തുന്നവർ പലരും അങ്ങനെ എത്താറുണ്ട്. പല പ്ലാറ്റ്ഫോമുകളിലും ഇന്റർവ്യൂ കൊടുത്തിട്ടാണെങ്കിലും ഒക്കെ വരാറുണ്ട്. ഇങ്ങനെ മറുചോദ്യങ്ങളുമായി എത്തുന്നവർ, ഈ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതിരിക്കുക. കുഞ്ഞുങ്ങളെ മാത്രമല്ല, ഭാര്യ, മാതാപിതാക്കൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതിൽ കാര്യമല്ല, അവരുടെ ഫാമിലിയിലുള്ള യാതൊരാളെയും ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് അനാവശ്യമായി വലിച്ചിടാതെ ഇരിക്കുക. നിങ്ങൾ ആരോപണത്തിന് മറുചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു തെളിവാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള യോഗ്യത, 100% യോഗ്യത നമുക്കുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷേ അത് വീട്ടിലുള്ള ആളുകളെ വലിച്ചിട്ട് ആയിരിക്കരുത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരോപണം ഉന്നയിച്ച ആൾ ചെയ്തതും തെറ്റ് തന്നെയാണ്. ആരോപണം ഉന്നയിച്ചതിനെ ചോദ്യം ചെയ്ത ആൾ ചെയ്തത് അതിലും വലിയ തെറ്റാണ്. കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതിരിക്കുക. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അത് ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, ഇവരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നോ പിന്നോ മോശമായിട്ടുള്ള വാക്കുകളുടെ ഇടയ്ക്ക് ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ, ഭാര്യ, അമ്മയച്ഛന്മാർ, ഇവരെ ഒന്നും ഇടയ്ക്ക് പിടിച്ച് ഇടാതെ ഇരിക്കുക. അത് ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പല വാക്പോരുകളും വ്യക്തിപരമായിട്ടുള്ള യുദ്ധങ്ങളിലേക്ക് അവസാനിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ട്രൈക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ ഈ സ്ട്രൈക്ക് കൊടുക്കുന്ന ആളുടെ പേർ വേണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വന്നിരുന്ന ഒരു വീഡിയോയിൽ വിളിച്ച് പറയാം, ഇപ്പോൾ ഇങ്ങനൊരു സ്ട്രൈക്ക് കിട്ടി, ഇന്ന ആളാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. കാരണം അദ്ദേഹം സ്ട്രൈക്ക് കൊടുത്തു എന്ന് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ചാനലിൽ കൂടെ വന്നിരുന്ന് പറയുമ്പോൾ, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, ചിലപ്പോൾ ഒരു 5 പേരായിരിക്കും, അവർക്കാണെങ്കിലും ഇദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഒരു വ്യക്തി ഹത്യ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിനൊന്നും നമ്മൾ ഒരു ചാൻസും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ അല്ലേ. പക്ഷെ വ്യക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കൊന്നും ഇത് കടക്കാതെ ഇരിക്കട്ടെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ്സ് ആണ് അല്ലെ. നമുക്ക് അറിവുകൾ, പല കാര്യങ്ങളിലും നമുക്ക് അറിവുകളൊക്കെ പകർന്നു തരുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണിത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലാണെങ്കിലും ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് ഞാൻ കടന്ന് ചെല്ലാറില്ല. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ, അവളുടെ തുമ്മലിനെ കുറിച്ച് ഒരു എൻക്വയറി നടത്തിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ സോഷ്യൽ മീഡിയ, അവളുടെ യൂട്യൂബ് അവൾ അപ്ലോഡ് ചെയ്ത ചാനലുകളൊക്കെ നോക്കി പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ആരുടെയും വ്യക്തി ജീവിതത്തിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ചാനൽ ഓപ്പൺ ആക്കിയിട്ട് 1 മാസം കഴിയുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് പല ആളുകളും ഇങ്ങനെ ഒരു തെളിവ് ഇന്ന ആൾക്കെതിരെ ഉണ്ട്, പലതും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളൊക്കെ തന്നെയാണ്, പലതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇതൊന്ന് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് വന്നാൽ പോലും ഞാൻ അതിനെ റിജക്റ്റ് ചെയ്യാറേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ, ഇപ്പം ഞാൻ ബിഗ് ബോസ് ഷോ കണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഞാൻ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഷോയുടെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത്, അവർ ആ ഷോയിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളോ അതല്ല എങ്കിൽ അതിന് പുറത്തിറങ്ങിയതിനു ശേഷം ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതമുണ്ട്, അവർക്കൊരു പേഴ്സണൽ ലൈഫുണ്ട്. അതിനെ വലിച്ചു കീറാൻ പാകത്തിനൊന്നും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ അതായത് ഇപ്പൊ ഇവർ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പറയുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും, ഒരു വർഷം ബിഗ് ബോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത സീസണിൽ ആളുകൾ കയറുമ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു, ആരായിരുന്നു, ഇതൊക്കെ എല്ലാവരും മറക്കും. മിക്ക പേർക്കും അറിയുന്നുണ്ടാവില്ല. ഈ വിന്നേഴ്സിനെ മാത്രമേ ആൾക്കാർക്ക് ഓർമ്മ കാണാൻ ചാൻസ് ഉള്ളൂ അല്ലേ, സത്യമല്ലേ. ശരിക്കും പറഞ്ഞാൽ സീസൺ 1 ആളുകളെയൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം വന്ന സീസണുകളിലേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോയി. ഇവരൊക്കെ ഏതൊക്കെ സീസണിലായിരുന്നു, ഇവർ എന്തൊക്കെയാണ് ചെയ്തതെന്നൊന്നും പോലും നമുക്ക് അറിയാം, ഓർത്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന, ഷോയിൽ നിന്നുകൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അതങ്ങ് മറന്നു പോകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ജീവിതമുണ്ട് അല്ലേ, അത് വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ ആ ജീവിതത്തിൽ ഇവർ എന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് വലിച്ചു കീറി അവരുടെ ജീവിതത്തെ നശിപ്പിക്കേണ്ട യാതൊരു കാര്യങ്ങളും നമുക്കില്ല. അത് ഒരു പക്ഷെ അവർ നിയമപരമായി തീർക്കട്ടെ, അല്ലെങ്കിൽ അവർ വ്യക്തികളായിരുന്നു സംസാരിച്ച് തീർക്കട്ടെ. കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഇടമായി സോഷ്യൽ മീഡിയ ആരും കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉള്ളതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അവരവരുടെ സ്വന്തം എന്ന് അല്ലേ. നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ് അല്ലേ. അതിപ്പോൾ ആരാണെങ്കിലും, എനിക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അവർക്കൊക്കെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരി നമ്മളൊക്കെ സ്വപ്നം കണ്ട് ഒക്കെ നടക്കുന്ന കുറേ ആളുകളായിരിക്കാം. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊന്നും എടുത്തിട്ട് ഇങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് എടുത്തിട്ട് വലിച്ചു കീറാൻ ഒരു വ്യക്തിയെ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും ഒരു വ്യക്തികളെ അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ച്, അല്ലെങ്കിൽ കുറേ
തെളിവുകളുണ്ട്, ഇന്ന വ്യക്തിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്ത് എനിക്ക് നല്ല റീച്ച് കിട്ടും, ഈ തെളിവുകൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എനിക്ക് കുറേ നല്ല റീച്ച് കിട്ടും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും സ്ഥിരമായി നമ്മൾക്ക് ഉണ്ടാവുന്നത്. മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലെ തെളിവുകൾ ഇട്ട് ആ വ്യക്തി ഇങ്ങനെയായിരുന്നു, ആ വ്യക്തി ഇങ്ങനെ ചെയ്തു, ആ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ കുറവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആളുകൾ അതൊക്കെ അങ്ങ് മറക്കും, അല്ലേ? അപ്പം ഇങ്ങനെയൊന്നും അല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടത്. ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയോട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ഉന്നയിച്ച ആ ഒരു കാര്യത്തോട്, ആശയത്തോട് നമുക്ക് എതിർത്ത് സംസാരിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മുടെ അവരുടെ കുടുംബത്തിലുള്ളവരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഭാര്യമാരെ ഒന്നും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വലിച്ചഴക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് 100% തെറ്റ് തന്നെയാണ്. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. വ്യക്തികൾ തമ്മിലുള്ള യുദ്ധക്കളമാക്കി ഇതിനെ തീർക്കാതിരിക്കുക. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ചില കാര്യങ്ങൾ, അറിവുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് വ്യക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധക്കളം ആകാതെ ഇരിക്കട്ടെ. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ കൂടെ ആർക്കെങ്കിലും എതിരായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പോയിന്റിൽ മാത്രമാണ് അവരെ ഞാൻ എതിർക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ വ്യക്തികളൊക്കെ വളരെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നതും വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരും ഒക്കെയാണ്, വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളും ഒക്കെയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പോയിന്റ് വരുമ്പോൾ നമ്മളത് ആ ഒരു പോയിന്റിൽ മാത്രം സംസാരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയ്ക്ക് വലിച്ചിടേണ്ട യാതൊരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.